എവരിവൺ, ഇന്ന് എൻ്റെ കയ്യിൽ നല്ല ചൂടുള്ള ഉഴുന്നുവടയും ഉള്ളിച്ചമ്മന്തിയുണ്ട്. ആ ചിരി ഞാൻ കരച്ചിലാക്കി തരാം. ബിഹൈൻഡ് ദ സീൻ ഗൈസ്. ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ള അളവുകളിൽ എനിക്ക് ഒരു 22 ചെറിയ ഉഴുന്നുവട കിട്ടിയിട്ടുണ്ടേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അളവുകളും എങ്ങനെ ഉണ്ടാക്കാമെന്നും ഒക്കെ ഉള്ള കാര്യങ്ങൾ നോക്കാം. അടുക്കളയിലേക്ക് പോവാം. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കാനായിട്ടൊരു 3 ഗ്ലാസ് ഉഴുന്നെടുത്തിട്ടുണ്ട്. ഒരു 4 മണിക്കൂറോളം വെള്ളത്തിലിട്ട് നല്ലപോലെ കുതിർത്തെടുത്തതാണ് കേട്ടോ അത്. ഇനി നമുക്കിതിൻ്റെ ബാറ്റർ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതിനായിട്ട് അരയ്ക്കണതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മളൊരു 2 കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉഴുന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ പേസ്റ്റായിട്ട് അരയണ്ട കേട്ടോ. ഇത് സ്മൂത്താക്കി അരയ്ക്കരുത്. ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ തരി പോലെ വേണം അരയ്ക്കാനായിട്ട്. അപ്പോഴാണ് നമ്മുടെ ഉഴുന്നോടെ കറക്റ്റ് ആ ഒരു ഇതിൽ കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 10 ചെറിയുള്ളി നന്നാക്കി ഇട്ട് കൊടുക്കാം കേട്ടോ. അതേപോലെ തന്നെ 2 പച്ചമുളകും കുറച്ച് കറിവേപ്പില ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ ഉഴുന്നുവടയുടെ ഉള്ളി ഇങ്ങനെ ചെറിയ പീസ് കഴിക്കാൻ കിട്ടാനായിട്ടാണ്. അപ്പോൾ നല്ല കട്ടി കുറച്ചിട്ട് തന്നെ അരിയാനായിട്ട് ശ്രദ്ധിക്കണേ. അപ്പോൾ നമ്മൾ ഈ 3 ഐറ്റം നല്ലപോലെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഉഴുന്നിൻ്റെ ബാറ്ററിലോട്ട് 1 സ്പൂണ് കുരുമുളക് ചതച്ചിട്ട് കൊടുക്കേ. നന്നായി ചതക്കരുത് കേട്ടോ. നമ്മൾ കല്ലിൽ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ടേ ഉള്ളൂ. പിന്നെ അതിലോട്ട് നമ്മൾ നേരത്തെ നുറുക്കി വെച്ച ഉള്ളിയും കറിവേപ്പിലയും മുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലിട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ നല്ലപോലെ ഒരു സ്പൂണ് വെച്ചിട്ട് ഇളക്കിയെടുക്കണം. ഇത് എത്ര ഇളക്കും തോറും അത്രയും സോഫ്റ്റ് ആവും കേട്ടോ. ഇതിലോട്ട് വെള്ളം ഒഴിക്കുക അങ്ങനെ ഒന്നും ചെയ്യരുത്. ഇത് നമ്മളിങ്ങനെ കൈ കൊണ്ട് ഇളക്കിയിട്ട് വേണം കേട്ടോ നമ്മുടെ ബാറ്റർ സോഫ്റ്റ് ആക്കി എടുക്കാനായിട്ട്. ഇതിങ്ങനെ ഏകദേശം ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ബീറ്റ് ചെയ്താലാണ് നമ്മുടെ ഉഴുന്നുവട നല്ല സോഫ്റ്റായിട്ട് കിട്ടുക. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാതെ തന്നെ നമ്മുടെ ഉഴുന്നുവട നല്ല സോഫ്റ്റായിട്ട് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഏകദേശം നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേപോലെ തന്നെയാണ് ഇങ്ങനെ ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോഫ്റ്റ്നെസ് ഒക്കെ ആവുക. ഇനി നമുക്ക് ഉഴുന്നുവട വറക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നല്ലപോലെ തിളയ്ക്കാം. ഇനി നമ്മളൊരു കൈ നല്ല തണുത്ത വെള്ളത്തിലോട്ട് മുക്കിയിട്ട് കുറച്ചെടുത്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് ഉരുട്ടി കൊടുത്തിട്ട് നടുവിൽ ഒരു തുളയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉഴുന്നുവടയുടെ ഷേപ്പായി ഇട്ടു കേട്ടോ. ഇങ്ങനെ വെള്ളത്തിൽ മുക്കിയിട്ടാകുമ്പോൾ കയ്യിൽ ഒട്ടി പിടിക്കുകയൊന്നുമില്ല. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഈ ഉഴുന്നുവടയുടെ ഷേപ്പ് അങ്ങനെ തന്നെ കിട്ടും. അപ്പോൾ നമുക്കിങ്ങനെ എല്ലാ ഉഴുന്നുവടയും വെള്ളത്തിൽ മുക്കിയിട്ട് ചെയ്തെടുക്കാം. ഇതിട്ടതിന് ശേഷം ഒന്ന് കളർ വന്നിട്ടാണ് കേട്ടോ ഇളക്കാനായിട്ട് പാടുള്ളൂ. ഇല്ലെങ്കിൽ ഇതെല്ലാം കൂടി ഒട്ടി പിടിക്കും. അപ്പോൾ ഒന്ന് കളറ് ചെറുതായിട്ടൊന്ന് മാറിയതിന് ശേഷം നമുക്കിങ്ങനെ ഇളക്കിയിട്ട് മറിച്ചിട്ട് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് മറിച്ച് എണ്ണയിൽ മുങ്ങിക്കിടക്കണം കേട്ടോ. പിന്നെ ശ്രദ്ധിക്കാനുള്ള കാര്യം തീ നല്ല സിമ്മിലായിരിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ പുറം ഭാഗം മാത്രം നല്ല വേവും ഉള്ളിലോട്ട് അങ്ങനെ വേവത്തില്ല. അപ്പോൾ എല്ലാ ഭാഗവും നല്ലപോലെ വേവാനായിട്ട് തീ കുറച്ച് വെച്ചതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് ഉഴുന്നുവട കോരിയെടുക്കാം എണ്ണയിൽ നിന്ന്. അപ്പോൾ നമ്മൾ 3 ഗ്ലാസ് ഉഴുന്നായിരുന്നു കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിന് നമുക്ക് 23 കുഞ്ഞ് വടകൾ കിട്ടിയിട്ടുണ്ട്. അത്ര കുഞ്ഞിത് പറയാൻ പറ്റില്ല, ഈ ഒരു സൈസിനുള്ളത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി വെറുതെ വട കഴിക്കുമ്പോൾ ഒരു സുഖമില്ലല്ലോ. അപ്പോൾ നമുക്ക് അതിനായിട്ട് ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം. ഉള്ളിച്ചമ്മന്തി തന്നെയാണല്ലേ എപ്പോഴും വടയ്ക്ക് ബെസ്റ്റ്. അപ്പോൾ നമുക്ക് കല്ലിലിട്ട് അരച്ചെടുത്ത ചമ്മന്തി എടുക്കാം കേട്ടോ. ചെറുള്ളിയാണ് നമ്മൾ അരയ്ക്കണത് ഉള്ളിച്ചമ്മന്തിക്ക്. അപ്പോൾ ചെറുള്ളിയിലിട്ട് ഉപ്പ് മുളക് ഇട്ടിട്ട് നമ്മൾ നല്ലപോലെ കല്ലിൽ അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചമ്മന്തി അങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ പ്രത്യേക കാര്യം ആരും മറക്കണ്ട, വെളിച്ചെണ്ണ ഒഴിക്കാതെ ചമ്മന്തി കഴിക്കാൻ നോക്കണ്ട കേട്ടോ. കണ്ണ് മൂക്കൊക്കെ ഇരിഞ്ഞടങ്ങും. അപ്പോൾ നമ്മൾ നല്ലപോലെ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് അത് ഇളക്കി സൈഡിലോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഏകദേശം നമ്മൾ ഉഴുന്നുവടയൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കടയിൽ നിന്ന് കിട്ടുന്ന പോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവട നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇതിലൊരു പണിയെന്നും പറയാൻ മാത്രമൊന്നുമില്ല, ഈ ഒരു ഷേപ്പ് കിട്ടാൻ മാത്രമാണ് കേട്ടോ ഗൈസ് ഇത്തിരി പ്രശ്നമുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ വേ പോലെ ഇത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ഉഴുന്നുവട കിട്ടും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു കേട്ടോ. നല്ല ടേസ്റ്റി ആൻഡ് യമ്മി ആയിട്ടുള്ള ഉഴുന്നുവട നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.